ശ്രീ റഫീഖ്, ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിൽ ചിലതിലെങ്കിലും നിർമ്മാണത്തിൽ ചില അപാകതകളുണ്ട് എന്ന് CPM വിലയിരുത്തുന്നുണ്ടോ ശ്രീ റഫീഖ്? ദുരന്തബാധിതരെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം മാതൃകാപരമായി ലോകത്തിൽ തന്നെ മറ്റെവിടെയും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാലും തോന്നും. ഇവിടെ നമ്മൾ കാണേണ്ടത് 178 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതിന്റെ ഏറ്റവും മിനുക്കുപണികൾ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ളത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. അതിനിടയിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരെ ചിത്രീകരിച്ചിരുന്ന എന്താ ചില മാധ്യമങ്ങൾ, അവിടെ ഒരു വീട്ടിൽ വെള്ളം ചെറുതായി കിനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ആ വീട് പൂർണ്ണമായി ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കപ്പെട്ട വീടല്ല. അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. സംശയമൊന്നുമില്ലല്ലേ? അങ്ങനെയുള്ള വീടിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയത് കണ്ടാൽ അവിടെ അപ്പോക്സി ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെയുള്ളതാണ്. ആ മാർക്ക് ചെയ്തതിനെ ഉൾപ്പെടെ സൂം ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് അത് വിള്ളലാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്തത്. 178 വീടുകൾ മാർച്ച് 1-ാം തീയതി പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് നടത്തി നിങ്ങൾ കൈമാറി. അത് വിഷുവിന് മുമ്പ് കൈമാറും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഇപ്പൊ സംസാരിക്കുന്ന തീയതി ആ വീട് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകേണ്ടതാണ്. ഇപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു വീട്ടിൽ അതിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ശ്രീ റഫീഖ്? ഉദ്ഘാടന പരിപാടി നമ്മൾ കാണേണ്ടത് എന്താ? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ദുരന്തബാധിതർക്കുള്ള ഒരു വീട്, കേരളത്തിലെ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വലിയ രൂപത്തിൽ സഹായിച്ചുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ വലിയ ദുരന്തം അനുഭവിച്ചവരാണ്. ആ ദുരന്തം അനുഭവിച്ചവർ ഏതെങ്കിലും ഒരു ദിവസം സ്വകാര്യമായ വീടുകളിലേക്ക് കയറുകയല്ല വേണ്ടത്. പകരം ജനങ്ങളെല്ലാം അത് വലിയ ആഘോഷമായി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയായി മാറണം. തീർച്ചയായും അത് വലിയ ആഘോഷമാക്കേണ്ടതാണ്. അവർ ആ വീടുകൾക്ക് കയറിയിരുന്നു എങ്കിൽ അത് വലിയ ആഘോഷവും സന്തോഷവും ആകുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ ദിവസം ആ വീടുകളുടെ സ്റ്റേജ് എന്തായിരുന്നു? ആ വീടുകളുടെ അവസ്ഥ എന്തായിരുന്നു ശ്രീ റഫീഖ്? ആ ദിവസം എന്തായിരുന്നു? ഉത്തരം പറ. അതായത് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉദ്ഘാടന പരിപാടി നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്രാം തീയതിക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന് കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 10-15 ദിവസത്തെ ഒരു കാലതാമസം വന്നു. ഇപ്പൊ വിഷുവോടുകൂടി കയറാൻ കഴിയും എന്നാണ് പറഞ്ഞത്. വീട് പണി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ വീട് കൊടുക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. പകരം അതിന് കൃത്യമായ ഒരു നിർമ്മാണത്തിന്റെ രീതിയുണ്ട്. 24 മണിക്കൂർ നേരം ബോണ്ടിങ് ടെസ്റ്റിന്റെ ഭാഗമായി വെള്ളം അടിച്ചു നിർത്തി അവിടെ വെള്ളം കിനിയുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ ഉണ്ടായാൽ, ഇത് അപൂർവം ചിലതിലാണ് ഉണ്ടാവുക, അങ്ങനെ കണ്ടെത്തുന്നതിൽ എന്ത് ചെയ്യും? പിന്നീട് വീണ്ടും അത് മാർക്ക് ചെയ്ത് അവിടെ അപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. വീണ്ടും വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തും. എന്നിട്ട് അവിടെ ഏത് തരത്തിലാണ് അവിടെ പ്രശ്നം വീണ്ടും വരുന്നുണ്ടോ, ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കും. ഇപ്പൊ നമ്മളുടെ ചർച്ചയിലുള്ള ഈ വീട് ഇതിൽ ഏത് ഘട്ടത്തിലാണ്? ഇപ്പൊ നമ്മുടെ ചർച്ചയിലുള്ള ഈ വീട്ടിൽ ഇപ്പൊ ഇതിൽ എന്താണ് ചെയ്യുന്നത്? അതിൽ ഞാൻ ഇപ്പൊ അതെ ഈ ഇപ്പൊ പറഞ്ഞ വീട് നേരത്തെ പറഞ്ഞ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ചെറിയ രൂപത്തിൽ കിനിയുന്നുണ്ട്. അത് അപ്പോക്സി ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇനി ചോർച്ചയുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ 24 മണിക്കൂർ വെള്ളം വെച്ചുകൊണ്ട് നോക്കും. അങ്ങനെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നീട് അതിന്റെ മുകളിലായിട്ട് സ്ക്രീഡ് കോൺക്രീറ്റ് നടത്തുക. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുന്ന ഘട്ടമാണ് അവിടെ. ഈ വീടിന്റെ ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ രൂപത്തിൽ വലിയ രൂപത്തിലുള്ള ചർച്ച നടത്തുക യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ദുരന്തബാധിതരെയും കൂടെ അപമാനിക്കുന്ന തുല്യാണ്. ഇപ്പോ ഇന്ന് ഞാൻ ഓരോരുത്തർ പറയുന്നതിന് എടുക്കുന്നില്ല. ഇപ്പം ആ സ്ഥാപനത്തിനുടമ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. അവിടെ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തായാലും 16 കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യനായ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ വെള്ളം കിനിയുന്നുണ്ട് എന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പശ്ചാത്തലം അങ്ങ് പറയുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഇപ്പോ നിങ്ങൾ ഒരു കാര്യം അല്ലല്ലോ,
നിങ്ങൾ ഒരു കാര്യം കൂടെ കേൾക്കൂ. ഇവരെ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 20 മാസമായി ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരു വീടുകളിലേക്ക് മാറുന്നത് വരെ അവർക്കുള്ള ദിനവത്ത, അതായത് ഒരു വീട്ടിൽ 2 പേർക്ക് വരെ 18,000 രൂപ. അത് ഔദാര്യമല്ലല്ലോ. അതിന്റെ ഒരു വിധേയത്വം ആർക്ക് വേണം എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതിനുള്ള പണമല്ല ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ല, അതിന്റെ വിധേയത്വം ഉണ്ടാകണം എന്ന് പറയുന്നതിൽ ഔദാര്യമല്ല. പക്ഷേ ഇതുപോലെ പലതരത്തിൽ ഫണ്ട് പല ഘട്ടങ്ങളിൽ കിട്ടിയിട്ടും നേരത്തെ രാജ്യത്തെ പല സംസ്ഥാനത്തും ഇതുപോലെ ഉണ്ടായ നില ഉണ്ടായിട്ടില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ദുരന്തബാധിതരെ അപമാനിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു നിർമ്മാണത്തിൽ അപാകത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കള്ളപ്രചാരണമാണ് ഇന്നിപ്പോ മന്ത്രി കെ രാജൻ അവിടെ എത്തി ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായിച്ച് അത് പൊളിച്ചു തന്നത്. എന്താണ് താങ്കളുടെ മറുപടി? പിന്നെ തുടങ്ങിയേക്കാം. അനുപേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മാതൃകാപരമാണ്, ലോകത്തിൽ ആദ്യത്തെയാണ് എന്നൊക്കെ CPM നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരീഡ് എന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടണം. നമ്മളെല്ലാവരും വീടുകളൊക്കെ ഉള്ള ആളുകളാണല്ലോ. നമ്മുടെ വീട് പണിയാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചെന്ന് വെക്ക്. വീട് പണിയുടെ ഗൃഹപ്രവേശത്തിന് മുമ്പ് മേൽക്കൂരയിൽ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ, കോൺക്രീറ്റിന് ചോർച്ച വന്ന് അതിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുവോ? അപ്പോ ഈ 299 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന് കരാർ കൊടുത്ത ഈ പദ്ധതി മൊത്തത്തിൽ തട്ടിപ്പാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ല, മറ്റേ ടെൻഡർ ഇല്ലാതെ കൊടുത്ത കരാറാണെന്ന് ഓർക്കണം അല്ലേ? ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാൽപ്പനികവൽക്കരിക്കപ്പെട്ട കള്ളന്മാരും കൊള്ളക്കാരും കേരളത്തിൽ വേറെ ഇല്ല. അതൊരു സത്യം മാത്രം. ആ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നോക്കുകൂലി വാങ്ങിയ ആളുകളല്ലേ അല്ലേ? കഴിക്കാത്ത ആളുകളുടെ ടിഫിന്റെ കാശ് മേടിച്ച ആളുകളല്ലേ? ഊരാളുങ്കൽ എന്ത് വിശ്വാസ്യത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താ ഉറക്കം വരുന്നു. ഇനി രണ്ടാമത്, വെള്ളം കിനിഞ്ഞിറങ്ങി എന്നുള്ള ആക്ഷേപം റഫീഖും സമ്മതിച്ചു, റവന്യൂ മന്ത്രി സമ്മതിച്ചു, നാട്ടിലെ അത്യാവശ്യം CPM-കാരൊക്കെ സമ്മതിച്ചു തന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ദേശാഭിമാനിയുടെ ഓൺലൈൻ കാർഡൊക്കെ എന്തായിരുന്നു എന്നറിയോ? പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അങ്ങനെ ഒരു ക്രാക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്രാക്ക് വേറെയാണ്, വിള്ളല് വേറെയാണ്. മനുഷ്യരെ പട്ടാപ്പകല് കൊള്ളയടിക്കുന്ന രീതിയിൽ ഒരു പണി നടത്തിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ന്യായീകരിക്കേണ്ട. ഒരു മര്യാദ വേണ്ട. ഒരു കാര്യം കൂടി ചോദിക്കാം. ഒരു കാര്യം അനൂപ നമുക്ക് വ്യക്തമായല്ലോ റഫീഖിന്റെ മറുപടിയിൽ തന്നെ. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 178 വീട്ടുകാർക്ക് താക്കോൽ ദാനം ചെയ്തു. പൂർത്തിയാകാത്ത വീടിന്റെ ഉള്ള താക്കോൽ കൊടുത്തത് അത് ഇവര് സമ്മതിച്ചില്ലേ? ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ കെട്ടിടം ഒരു വേനൽ മഴയിൽ വെള്ളം കിനിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. 2 വർഷമായിട്ടും വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞ വീടാണ്. 2026 വിഷു അന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുഴപ്പം അല്ലേ? മുഖ്യമന്ത്രി ഏത് വർഷത്തെ വിഷു അന്ന് പറഞ്ഞില്ല. ഓക്കെ, ശ്രീ പി ശ്യാമരാജ്, ഇവിടെ ജിൻഡോ പെ സൂചിപ്പിച്ചതുപോലെ ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാവുന്ന തരത്തിൽ ഉറപ്പുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ 178 വീടുകളാണ് കൈമാറിയത്. സാങ്കേതികമായി മാത്രമേ അത് പറയാൻ കഴിയൂ. അതിൽ 2 വീടുകളിൽ ഇങ്ങനെ വെള്ളം കിരിഞ്ഞിറങ്ങി എന്നത് ഗൗരവത്തോടെ BJP കാണുന്നുണ്ടോ? നോക്കൂ, ഈ ലോകത്തിന് മാതൃക എന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ എല്ലാ ആളുകളും ആവർത്തിച്ച് പറയുമ്പോൾ ഈ പാറശാലയ്ക്കും കാസർഗോഡിനും ഇടയിലുള്ള സ്ഥലമല്ല ലോകം എന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. മാർച്ച് മാസം 1-ാം തീയതി 178 വീടുകൾ ഉദ്ഘാടനം ചെയ്തിട്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും വിളിച്ചു പറഞ്ഞ എന്താ? ഈ 178 വീടുകൾ കൈമാറിയിരിക്കുന്നു എന്ന് ഇലക്ഷന് മുമ്പ് മലയാളികളെ, കേരളത്തെ പറഞ്ഞു പറ്റിച്ചവരാണ് ഇവര്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരൊറ്റ വീട് പോലും വാസയോഗ്യമല്ല. നോക്കൂ എവിടെ പോയി കിടക്കുന്നു നോക്കൂ. അതായത് കോടികൾ വരുന്ന പണം മുടക്കി ഇത്തരം ഇലക്ഷന്റെ സ്റ്റണ്ട് നടത്തി, വലിയ PR വർക്ക് നടത്തി മലയാളികളെ മുഴുവൻ ഇവർ പറ്റിച്ചില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്ന കള്ളം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വെള്ളം ചോർന്നൊലിക്കുന്ന വീടുകളിൽ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ വെള്ളം ചോർന്നൊലിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയല്ല. ഒരു ടെസ്റ്റും നടത്താതെ വേനൽ മഴയിൽ വെള്ളം ചോർന്നൊലിച്ചതാണ്.
എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഇപ്പോ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്, പിടിക്കപ്പെട്ടപ്പോൾ ഒരു വീട് ഒന്നോ രണ്ടോ വീടുകളിൽ വെള്ളം ചോർന്ന് പിടിക്കപ്പെട്ടപ്പോൾ മന്ത്രി അവിടെ എത്തിയിട്ട് നിലത്ത് കിടന്ന് ഉരുളുന്നതാണെന്ന് ഇത് ചളമായെന്നാ തോന്നുന്നു. ഞാൻ വെറും 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമുച്ചയത്തിൽ പോയിട്ട് വന്നാണ്. ഞാൻ മാനന്തവാടിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ കൽപ്പറ്റ വഴി ഈ പറയുന്ന സ്ഥലത്ത് പോയി വീട് കണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് വന്നയാളാണ്. ഞാൻ ഉറപ്പ് പറയുന്ന 26 ലക്ഷത്തിലധികം വരുന്ന പണം ഒരു വീടിന് ചിലവായിട്ടില്ല. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇനി ഇവർ പറഞ്ഞിട്ടുള്ള കൈമാറി എന്ന് പറയുന്ന 178 വീടുകളോ അല്ലെങ്കിൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള 41 വീടുകളോ പോലും വാസയോഗ്യമല്ല. ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല, വെള്ളത്തിന് കണക്ഷൻ വന്നിട്ടില്ല. 2 മുറികളാണ്. ഒന്ന് ബാത്റൂം അറ്റാച്ച്ഡ് ഒരു മുറിയുണ്ട്, ഒന്നൊരു കോമൺ ബാത്റൂം ഉണ്ട്, മറ്റൊരു മുറിയുമുണ്ട്. വളരെ ചെറിയ മുറികൾ. അതിനകത്ത് ടൈല് ഞാൻ കണ്ടതാണ്, വലിയ കളറൊന്നുമില്ലാത്ത സാധാരണ രീതിയിലുള്ള ടൈലുകൾ, വലിയ ശക്തമൊന്നുമില്ലാത്ത ഭിത്തികൾ, മേൽക്കൂരകൾ, ഇത് കണ്ടതാണ്. അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ പോലും ഇവര് വൻ കൊള്ള നടത്തിയിട്ടുണ്ടെന്നേ. എല്ലാം കയ്യിൽ നിന്ന് പോവാ. മലയാളികളെ, കേരളത്തെ പറ്റിച്ചിട്ട്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, പറ്റിച്ചിട്ട് ലോകോത്തരം അല്ലെങ്കിൽ ലോകത്തിന് മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള എലക്ഷൻ സ്റ്റണ്ട് PR മാത്രമായിരുന്നു. എന്നെ സംശയിക്കരുത്. കേരളത്തിന് മുമ്പിൽ, മാധ്യമങ്ങൾ മുമ്പിൽ ഞങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള ലോകത്തിന് മാതൃകയാകുന്ന വീടുകൾ പണിത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് ഊരാളുങ്കലിനെ ഉപയോഗിച്ച് അഴിമതി നടത്തിയിട്ട് തട്ടിക്കൂട്ടി വീടുകളാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, തേർഡ് പാർട്ടി വന്നിട്ട് ഓഡിറ്റ് ചെയ്തിട്ടെന്ന് ആ വീടുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നിട്ട് ചാനലിൽ വന്നിട്ട് കള്ളം പറയാം, എന്താണ് പോണ്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ്. പോണ്ട് ടെസ്റ്റ് ആണ് അത്, ഇവര് നടത്തിയൊന്നുമല്ല, ഊരാളെങ്കിലും നടത്തിയ ടെസ്റ്റ് ഒന്നുമല്ല. സ്വാഭാവികമായിട്ട് മഴ വന്നു, വീടിന് മുമ്പ് വെള്ളം കെട്ടി നിന്നു, പോണ്ടായി വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ശരി, ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന PR വർക്കുമായിട്ട് വരാൻ വേണ്ടിട്ട് പാടില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ട. എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.